നമ്മൾ മറ്റേ വീട്ടിലാണ് കിടക്കണ ഗോസ്റ്റ് ഹൗസ്, ഹോണ്ടഡ് ഹൗസ്. ഇത് മൊത്തം പൊടിയാടാ, നിറച്ച് പൊടിച്ച് പണ്ടാറടക്കി ഇരിക്കുക. അയ്യോ, പക്ഷേ എൻ്റെ മോനെ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല മുത്തേ. ഇതായിരുന്നു ഇവിടെ. രാവിലെ തന്നെ എണീക്കുമ്പോൾ ഇമാതിരി ലെവല് വ്യൂവിലേക്ക് എണീക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് മുത്തേ. അയ്യോ, എൻ്റെ മോനെ ഇവിടെ നിന്ന് ക്ലിഫിൻ്റെ അറ്റത്ത് നിന്നിട്ട് മൂത്രയിക്കണ പോലെ വേറെ വീട് മറ്റേ പിക്ചേഴ്സിലൊക്കെ കാണുമല്ലേ. അതായത് ആ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതാണ് പാത്ത് ഓഫ് ദ ഗോഡ്സിൻ്റെ വഴി. അങ്ങോട്ടൊക്കെ ഉണ്ട്. നമ്മൾ എഡിറ്റിങ് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത പരിപാടി. ഇതേ ഇവിടെ ശരിക്കും ഗ്യാസ് സ്റ്റവ് ഒക്കെ ഉണ്ട്. നമ്മളിവിടെ ഏതെങ്കിലും പെണ്ണും പിള്ളേരായിട്ടൊക്കെ വന്നിട്ട് 2-3 ദിവസമൊക്കെ താമസിക്കാനുള്ള മൂടുണ്ട് നെക്സ്റ്റ് ടൈം. കാരണം ഇവിടെ ഒരു വീട് പോലെ തന്നെ ചെറുതായിട്ട് സെറ്റപ്പൊക്കെ ചെയ്തിട്ട് ഇവിടെ ഗ്യാസ് സ്റ്റവ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സെറ്റായി. ആരും വരണമില്ല, നല്ല ശാന്തി വൈബ് മൊത്തേ. യെസ് ഗൈസ്, അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴും നമുക്ക് പൊളിക്കണ്ടേ. യെസ്, അപ്പോൾ എഡിറ്റിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പാത്ത് ഓഫ് ഗോഡ്സ് കുറച്ചൊക്കെ ഇങ്ങനെ നടന്ന് കാണാനല്ലാണ്ട് പ്രത്യേകിച്ച് അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് വീഡിയോ. അപ്പോൾ ഇനിയിപ്പോൾ അത് മതി. നൈസിന് താഴോട്ട് പോയിട്ട് അമാൽഫി കോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ പോണേ മച്ചാനെ. അപ്പോൾ ഫ്രീക്കിങ് ഞാനിപ്പോൾ ഇവിടെ മുകളിലൊരു കിട്ടില്ല സ്പോട്ടിലുള്ള. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് ആലോചിച്ചത് ഒരു പേപ്പർ പ്ലെയിൻ ഉണ്ടാക്കിയിട്ടില്ലേ നമുക്ക് ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ പ്ലെയിൻ വിടൂലേ, അത് ആ മൂടൊന്ന് പിടിച്ച് നോക്കാൻ നിർത്തിട്ട് ഞാനിപ്പോൾ പ്ലെയിൻ ഉണ്ടാക്കാൻ പോണ്. അങ്ങനെ നമ്മൾ ഇറ്റലിയിൽ പ്ലെയിൻ വർത്താമണുണ്ടോ. എന്താണ് കുഞ്ഞിക്കൊച്ചാതി എടാ. എല്ലാവരുടെ ഉള്ളിൽ കുട്ടികളുണ്ട്, വലിയ മെച്ചൂറായിട്ട് ആരും അഭിനയിക്കാൻ നിൽക്കണ്ട. നമ്മൾ എന്തിനാ വെറുതെ കൊടുക്കാതെ സീരിയസ് ആയിട്ട് വട്ടുപിടിച്ച് മറ്റേ മോറും പിടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് പോടേ, എന്നെ കിട്ടൂല അതിനൊന്നും. എന്നോട് ഒരുത്തൻ കമൻറ്റ് ചെയ്തെങ്ങനെ കഴിഞ്ഞ ദിവസം, പിള്ളേർ കളി നിർത്താൻ എൻ്റെ പട്ടി നിർത്തും, നീ പോടാ, നീ വേണമെങ്കിൽ മെച്ചൂർ കളിച്ച് കാണുന്നു, നിൻ്റെയൊക്കെ ഒരു അഭിനയമല്ലേ, എൻ്റെ മൂഡ് ഒന്നും നീ മാറ്റാൻ നടക്കണ്ട. അപ്പോൾ നമ്മൾ പ്ലെയിൻ പറത്താൻ പോണേന് ഇവിടെ നിന്നാണ്ടാ ഏത് മൂഡ് നോക്കി നമ്മൾ മാനത്ത് ശരിക്കും മറ്റേ ഭയങ്കര ഹൈറ്റിലേക്കാണ്. ഇപ്പോൾ ഒരു നമ്മൾ കാണിച്ചു തന്നില്ലേ ഈ വീട്, ഇവിടെ വിടാൻ പോണ് ഗൈസ്. ഇവിടെ ഒരുത്തും പാരച്യൂട്ട് കളിക്കണുണ്ടോ അവിടെ. വിടാൻ പോണ് ഗൈസ്. 3, 2, 1 നന്നായിട്ട് പറക്കണേ. അയ്യോ, ദേ എങ്ങോട്ട് പോയി ഗൈസ്. അത് അങ്ങോട്ട് ശരിയായില്ല, ആ പ്ലെയിൻ കൊള്ളൂല. നമുക്ക് വേറെ പ്ലെയിൻ ഉണ്ടാക്കാം. ഒരു മറ്റേ ഇച്ചിരി നീളം കൂടുതലായതുകൊണ്ടായിരിക്കും അങ്ങോട്ട് പറന്ന് പോവാഞ്ഞത്. ഇതാകുമ്പോൾ നമുക്ക് പിടയ്ക്കാം അവിടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. 3, 2, 1 ഗോ. അയ്യോ, ഓക്കെ. അപ്പോൾ എനിക്ക് പ്ലെയിൻ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലെന്ന് ഉറപ്പായി. ഇതെൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. നെക്സ്റ്റ് ടൈം. പേപ്പറൊക്കെ തീർന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഏരിയ കണ്ടില്ലല്ലോ. ഇപ്പുറത്തെ ഏരിയ നോക്കി. എൻ്റെ അമ്മ എന്തോട് ഞാനത് ഗേറ്റൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കണ്ട. ഗേറ്റൊക്കെ ഞാൻ പൊളിച്ചല്ല, അടുത്ത ആൾക്ക് വരാറില്ല. മോനെ ഈ മൂട് കണ്ട നിങ്ങൾ. മുകളിലോട്ട് കയറണം മൂട്. കമോൺ ഗൈസ്, കമോൺ. യാത്രകൾ മലയാളി രാജു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുത്തേ. വീഡിയോ ഇനി പടപടാന്ന് വരാൻ പോണേ. ഇത് ഓക്കെ, ഇത് മൂടല്ലേ മുത്തേ. ഓക്കെ ഗൈസ്, അപ്പോൾ പോകാൻ ടൈമായി. ഇരുട്ടണേന് മുന്നേ മല ഇറങ്ങണം. ഓക്കെ, കസേരയൊക്കെ ഉണ്ട്. കസേരയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ വ്യൂ കണ്ട് ഇങ്ങനെ വായം പൊളിച്ച് ഇങ്ങനെ ഇരിക്കണം. അടുത്ത പ്രാവശ്യം നമ്മുടെ ഏതെങ്കിലും ഒരു ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് ഇവിടെ വരണം. മാതിരി ലെവലുണ്ട് ഇവിടെ. ഇതൊരു ബോട്ടുകളൊക്കെ പോണ്.
ഒരു കണക്കിന് അവിടെ നിന്ന് കുത്തി മറിഞ്ഞ് ഇറങ്ങി മുത്തേ. ഇറങ്ങിയിട്ട് എന്തോ ഷോക്ക് അടിച്ച പോലെ ഉണ്ട്. കല്ലുമ്മ കൂട്ടിയപ്പോൾ എന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നോക്കി പൊട്ടിയായിരുന്നു നമ്മുടെ ആ സാധനം, ആ വീട്. ഇങ്ങനെ ഇറങ്ങി ഒരു കണക്കിന് ഓഫ് റോഡ്. ഇവിടെ ഒന്നും റേഞ്ച് കിട്ടണില്ല എനിക്ക്. അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ ഒന്ന്. താഴത്തോട്ട് ഇറങ്ങണേ. അതുകൊണ്ട് പാത്ത് ഓഫ് ദ ഗോഡ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ വെച്ചാനെ. ഇങ്ങനെ കുറേ സ്റ്റേഴ്സ് ഉണ്ട്. ഈ കടൽ വ്യൂ കണ്ട് ഇങ്ങനെ നടന്നങ്ങോട്ട് പോവാ. വേറൊരു മൂഡും. ഇങ്ങനെ നടന്ന് ഇത് തന്നെ പാത്ത് ഓഫ് ദ ഗോഡ്സ്. ഞാൻ കുറേ പേരെ ഇങ്ങനെ മുകളിൽ നിന്ന് ഹായ് കയറി വരാനൊക്കെ പറഞ്ഞു. ആരും പറ്റില്ല. 2-3 പെൺപിള്ളേരുണ്ടായിരുന്നു അങ്ങനെ. അപ്പം ഞാൻ താഴത്തോട്ട് ഇറങ്ങി. താഴെ ഒരു മുന്തിരിക്കൊല കണ്ടിട്ടുണ്ട്. അത് പറിക്കണം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം. നെറ്റ് കിട്ടണം, എവിടെയെങ്കിലും പോയി നിൽക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വൈഫൈ വയ്ക്കുക. അങ്ങനെ കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ ഗുഡ് ഈവനിങ് ആൻഡ് താഴെ എത്തിയിട്ട് ബാക്കി ക്യാമറയ്ക്ക് ചാർജ് ഇല്ല. ഇറങ്ങി താഴെ എത്തി മക്കളെ. കായലൊക്കെ ഇത് ഇങ്ങനെ ഇറന്ന് വരച്ചുകൊണ്ടിരിക്കുന്നത്. കയറുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടില്ല, ഇറങ്ങുമ്പോഴാണ് ഹൈറ്റ് കൂടുതലുള്ളതൊക്കെ ഇറങ്ങുമ്പേ പാട്. ശ്വാസം മുട്ടണ്. അനങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ട് വരും. ഡെയിലി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഇവിടെ നെറ്റൊന്നും കിട്ടണില്ല മച്ചാനെ. എന്ത് ചെയ്യും ഇപ്പം? വ്യൂ മാത്രമേ ഉള്ളൂ, നെറ്റില്ല. ഓടി ഇറങ്ങി അവസാനം താഴെ എത്തി ഗൈസ്. ഭയങ്കര ഒരു ഇറക്കമായി പോട്ടാ. മുട്ടിന് വല്ല ഈ നമ്മൾ വാക്കിംഗ് സ്റ്റിക്ക് എന്തിനാണ് യൂസ് ചെയ്യണമെന്നറിയാം. മുട്ടിനധികം സ്ട്രെയിൻ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഇറങ്ങുമ്പോഴാണ് കൂടുതൽ ഹെൽപ്പ്. മുട്ട നല്ല വേദന. ബസ് അടിച്ച് കള്ളവണ്ടി കയറി അടുത്ത സ്പോട്ട് തൊട്ട് പൊട്ടേക്ക്. മറ്റേ മുതലയുടെ വായ പോലത്തെ ഒരു ഗുഹ ഉണ്ടല്ലോ, എൻ്റെ ഒമ്മു. പക്ഷെ കയറാൻ പറ്റില്ല, ഇച്ചിരി ഹെവിയാണത്. റോപ്പൊക്കെ വേണം. ഇപ്പോൾ അമാൽഫിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പോയി ഗൈസ് ബസ്സിൻ്റെ ഉള്ളിൽ. മാൽഫി എത്ര ഗൈസ് കണ്ടിട്ട് ഏത് മൂഡ് ഇവിടെ. ഐ എം നോട്ട് ഷുവർ ദോ. ബസ് ഇതായിരുന്നല്ലോ, പക്ഷെ ആ തൊട്ടടുത്തായിരുന്നു അത്. അധികം ദൂരം പോയൊന്നുമില്ല. ജസ്റ്റ് ലൈക്ക് ഒരു 10 മിനിറ്റ് ഇരുന്നു, 10-15 മിനിറ്റ് ഇരുന്നു. ദാറ്റ്സ് ഓൾ. ഇനി ഇവിടെ നമുക്ക് സലറിനെ പിടിക്കണം. നോക്കട്ടെ ഏതാ മൂഡ്. വലിയ ബോട്ടുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ. മെയിൻ ബീച്ച് ഏതാണ്? ഈ സിറ്റി ഇത് ഏത് സ്ഥലം മുത്തേ? ഐ ഡോണ്ട് നോ മാൻ. കറക്റ്റായിട്ട് പറഞ്ഞാൽ വലിയ കുമ്പൊന്നും കാണുന്നില്ല. ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ആയതുകൊണ്ടാണോ എന്നറിയാമല്ലോ. നമ്മൾ നേരത്തെ നിന്ന സ്ഥലമൊക്കെ തന്നെ അതുപോലത്തെ ഒരു മൂടൊക്കെ തന്നെ ഉള്ളു ഇവിടെ. ഏത് മൂട് വെച്ചാൽ ഞാൻ കഷ്ടപ്പെട്ട് സ്മോക്കിങ് നിർത്തി വെച്ചേക്കണാണ്. തുടങ്ങല്ലേ എൻ്റെ പൊന്നി, സീനാണ്. നിർത്തണം പൊന്നി. ഇതേ മീനൊക്കെ പിടിക്കണ്ട കേട്ടോ ആശാന്മാർ. പിള്ളേരൊക്കെ വരെ പിടിക്കുന്നു മീൻ. വല്ലതും കിട്ടുമോ ആശാനെ? വെരി ഗുഡ്. ഇവിടെ കുറേ മീനുണ്ടോ ഇവിടെ. ഇതേ ബ്രെഡൊക്കെ ഇട്ട് കൊടുത്തേക്കണുണ്ടോ? ബ്രെഡൊക്കെ ഇട്ടിട്ട് ആൾക്കാർ മീൻ പിടിക്കുന്ന പരിപാടിയാണ്. കൊള്ളാം, നമുക്കും കൂടായിരുന്നു. പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർക്കുന്നു, മീൻ ചൂണ്ട ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് മീനെ പിടിക്കാമായിരുന്നു എന്നുള്ള സത്യം. എടാ കള്ള, നീ ഇത് മുൻകൂട്ടി കണ്ടല്ലേ മച്ചാരെ. എടാ ഇവിടെ കുറേ പേര് മീൻ പിടിക്കണ്ടാ. ഇതേ ഷവറുണ്ട്, പിള്ളേർ കളിക്കുന്നുണ്ട്, ആൾക്കാർ ഇവിടെ ബീച്ച് കണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് മെയിൻ ബീച്ച് എന്ന് നല്ല സംശയമുണ്ട്. എന്തായാലും നമുക്ക് നോക്കിയൊക്കെ വന്നല്ലേ, ചാടി കുളിക്കാൻ. കുളിച്ചിട്ട് പോലത്തെ ഒരു സ്ഥലം ഉണ്ടത്. അതുവഴി നടന്ന് പോണേന്ന് വെച്ചാൽ. അപ്പോൾ ഏതാണ് ലൈക്ക് ഇവിടെ ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഈ ഒരു സഞ്ചാരി മൂടുള്ള മച്ചാൻ. എൻ്റെ പൊന്നോ പോയി പരിചയപ്പെടാം കുറച്ച് കഴിഞ്ഞിട്ട്. ഏത് മൂടാണ്? ദേ രുദ്രാക്ഷപ്പെട്ടിട്ട്. എന്തായാലും പോയി കാണണം. നമ്മുടെ ടീമാണെന്ന് തോന്നുന്നു. സോ ഇതേ ഒരു ബോട്ടൊക്കെ കിടപ്പുണ്ടോ. നമുക്ക് സൈഡ് മെയിൻ വ്യൂവിലോട്ട് പോകാൻ. ഭയങ്കര എക്സൈറ്റഡ് ആടാ. പക്ഷേ എനർജി ഭക്ഷണം ഒരു ഉണ്ട കിട്ടി. ആ ഉണ്ട കഴിച്ചതിൻ്റെ പവറിലാണ് ഇപ്പം നിൽക്കുന്നത് മച്ചാലേ. ഇതാണ്ട മൂട്. ഇത് മൂടറാ.
സേറ്റല് നിർത്തിയായിരുന്നു ആകെ ഒരു പൊയ്ക്കൊരു അവസ്ഥ. പുളിമുണ്ട് നമ്മുടെ ജാസർ പറയണ പോലെ ഇതും മൂട് പുളിമുണ്ട് ഗൈസ്. ഞാനിവിടെ അത് നടന്നു വന്നപ്പോൾ തന്നെ നേരെ പരിചയപ്പെട്ട ഒരു മച്ചാനാണ്. ഹായ്, tu chiamo? Io sono Facundo. Facundo, name? Facundo. Me, Rai. Rai. Nice to meet you, Facundo. And it's like I like your style and I got the spiritual vibe, so I just wanted to come and talk to you. And എനിക്ക് ആള് കുറച്ച് ഫുഡൊക്കെ ഓഫർ ചെയ്ത് താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. No problem. ഞാൻ ഇവിടെ ബീച്ചിൽ സാധനമൊക്കെ വിരിച്ചിട്ട് കുളിക്കാനുള്ള മൂഡിൽ ഇങ്ങനെ നിൽക്കണതാണ്. നൈസ് ബീച്ച്, ഇതവിടെ ഷവറുണ്ട്. അപ്പോൾ കുളിച്ച് സെറ്റായിട്ട് കുറേ നേരം ഇരുന്ന് എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് അടുത്ത സ്ഥലം പിടിക്കാം. എന്നിട്ട് നാളെ നമുക്ക് അമാൽഫിക്ക് ഇറങ്ങിയിട്ട് ലൈവ് അടിക്കാൻ വേണ്ടിയിട്ട് നാളെ ആദ്യമായിട്ട് എന്നിട്ട് സെലറിനോട്ട് പോകണേണ് മച്ചാനെ. ഓക്കെ, ക്യാമ്പ് ചെയ്തത് ഇപ്പോൾ ഏതായാലും സ്ഥലം കണ്ടുപിടിക്കാം. ഇവിടെ എവിടെ ചാറ്റയുടെ സ്ഥലമൊന്നും മിക്കവർക്ക് അറിയാൻ പാടില്ല കേട്ടോ, അൺഫോർച്ചുനേറ്റ്ലി. സോ ഐ ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ടുഡേ. ഇവിടെ പിള്ളേർ ചെയ്ത് വെച്ചേക്കണുണ്ടോ, നൈസല്ലേ. ഇത് ഇവിടുത്തെ ഗ്രാമമൂർത്തിയാണെന്ന് തോന്നുന്നു ഗൈസ്. ബസ് സ്റ്റാൻഡാണ് ഗൈസ്. അവിടുത്തെ ഒരു മൂഡ് നിങ്ങൾ കണ്ടില്ലേ, നൈസ് വൈബ് അല്ലേ. അവിടെ ഒരു കുട പിടിച്ചൊരു വൈബും ഫ്രീക്കൊന്നും ഇപ്പോൾ ഉണ്ടല്ലോ. Malfilo beautiful placesനെ പറ്റി പറയുമ്പോൾ ബെല്ലോ പ്ലേസസ് ഇൻ അമോഫി റൈറ്റ്. ആൻഡ് മോർണിംഗ് നമ്മൾ അവിടെ പോകാൻ പോണ്. ഏതാണ് പിള്ളേര്? സേ ഹായ്. താങ്ക് യു ഗൈസ്, ലവ്ലി. യെസ്, താങ്ക് യു. അതാണ് ഗൈസ്. ഇനിയിപ്പോൾ രാവിലെ പിടിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല നൈറ്റ് ടൈമിൽ. സോ വി ജസ്റ്റ് ഹാവ് ടു വെയിറ്റ് ടിൽ ടുമോറോ മോർണിംഗ് ടു മേക്ക് സം റിയൽ പോർച്ച് ടുമോറോ. ഇവിടെയൊക്കെ കിടക്കണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും സ്ഥലത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തേടി കിടക്കുക. കടലിൻ്റെ അടുത്ത് അവിടെ നിന്ന് ഉറക്കാം എന്ന് മുട്ട നടപ്പായിരിക്കുമല്ലേ രാത്രി. എൻ്റെ മോനെ, മോർണിംഗ് കണ്ടിട്ട് അടിക്കുമ്പേ നമ്മള് ഇവിടെ ഒരു മൂലയില് ഇതിൻ്റെ ഇടയിൽ ആ മൂലയിൽ കിടന്ന് ഉറങ്ങി. ഇന്നലെ ഉറക്കം ശരിയായില്ല, പക്ഷെ ഉറക്കം വന്നില്ലടാ. ഫുഡ് അധികം കഴിക്കുന്നില്ല നമ്മ, അപ്പോൾ ഉറക്കം കുറവായിരിക്കും. പിന്നെന്തപ്പാ ഓക്കെ, നമ്മളിന്ന് നെറ്റ് തീർന്ന് പണ്ടാറ് തുടങ്ങാൻ. ഒരു കുഴപ്പമില്ല, പൈസ ഒപ്പിച്ചേ പറ്റുള്ളൂ ആരെങ്കിലും വിളിച്ചിട്ട്. അയ്യോ, എനിക്ക് ഫണ്ട് യൂട്യൂബിൽ നിന്ന് എപ്പോഴാണെന്നാവും ഇനി ആവണത്. 500 സബ്സ്ക്രൈബേഴ്സ് ആക്കണം. ഒന്ന് ആക്കി താൻ വെച്ചാനേ ടീമേ. അങ്ങനെയാണെങ്കിൽ ഭക്ഷണത്തിനുള്ള പരിപാടിയെങ്കിലും നടക്കുമല്ലോ. സീനാണ് എൻ്റെ മോനെ. അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് ലൈവ് വരാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ഡാറ്റ തീർന്നു പോയി. ഡാറ്റ ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. എന്തെങ്കിലും പരിപാടി നടത്തണമെങ്കിൽ ഡേറ്റ വേണം മോനെ, ഡേറ്റ ഗൈസ്. അപ്പം അങ്ങനെയൊക്കെയാണ് മച്ചാനെ കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്താ മൂഡ്, ഏത് മൂഡ് പിടിക്കുന്നു? നമുക്ക് താഴെ പോവാം, എന്നിട്ട് വൈഫൈ കണക്ട് ചെയ്തിട്ട് ബാക്കി പരിപാടി ഗൈസ്. അപ്പോൾ ഗുഡ് മോർണിംഗ് മുത്തുക്കളെ, ഐ ലവ് യു മുത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്, ചിറാപുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്. ഞാൻ ഈ അടുത്താണ് പാട്ട് ആദ്യമായിട്ട് കേൾക്കണം. എന്ത് രസമാണോ, നല്ല വൈബല്ലേ. ചിറാപുഞ്ചി മഴയത്ത്
ഞാൻ ഒരു പാട്ട് എഴുതിയാലോ ഗൈസ്? ഒരെണ്ണം എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇംഗ്ലീഷാണ്. മലയാളം സെറ്റ് ചെയ്യണം. അപ്പോൾ നോക്കട്ടെ. വാവ്, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ത്രീയുടെ മുലകളിൽ നിന്ന് വെള്ളം വരുന്നു ഗൈസ്. അടിപൊളി, ഐ ലവ് ഇറ്റ്. സ്ട്രീറ്റ് ഉള്ള നമ്മളിതല്ല മെയിൻ സ്ട്രീറ്റ്. ഇവിടെ കുറേ ഉണ്ട് ശരിക്കും അമാൽഫി എന്ന് പറയുമ്പോൾ. ഇവിടെ ഇതല്ല നമ്മളപ്പോൾ അവിടെ പോയിട്ട് ലൈവ് അടിക്കാന്നുള്ള മൂഡിൽ ഇങ്ങനെ ഇരിക്കുക. എന്തായാലും റീചാർജൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് അടുത്ത് സ്ഥലം പിടിച്ച് പോകണം. ഞാൻ അവിടെ നിന്നല്ലോ, ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ദിവസം ആയതുകൊണ്ട് നമ്മൾ ഭക്ഷണം കിട്ടണത്തോട്ട് പോകണേണ്. തളർച്ച, ഭയങ്കര തളർന്ന് വീഴും അല്ലെങ്കിൽ വയ്യ. ഇപ്പോൾ ഇവിടെ അമാൽഫിയിലോട്ട് ഒരു വരവും കൂടി വരും. ഇവിടെ ഒന്നുമില്ലടാ, ഞാൻ ഇവിടെ മൊത്തം നോക്കി, വലിയ വൈബൊന്നും ഇല്ല ഇവിടെ. പക്ഷെ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് സിറ്റിയിൽ. അപ്പോൾ നമുക്കത് ഒരു വര കൂടി വരാം. താഴേന്ന് കയറി വരുമല്ലോ നമ്മൾ സ്വിസിലേക്ക് പോയിട്ട്. അപ്പോൾ സെറ്റ് ചെയ്യാട്ടോ. ഓക്കെ, ഭയങ്കര ക്ഷീണം മാൻ. ഇവിടെ നമുക്ക് ലൈവ് പോവാടോ ഫസ്റ്റ് ടൈം. ഓക്കെ, അമാൽഫി പ്രോബ്ലി some other time. സർപ്രൈസിൽ വേറൊരു മച്ചാനെ കണ്ട്. നമ്മളന്ന് അമാൽഫിയിൽ വെച്ച് കണ്ട ആളില്ലേ? നമുക്ക് ഫുഡൊക്കെ തന്ന ആള്. സർപ്രൈസ്. Thank you so much. Thank you so much. Very, very beautiful. Thank you. Where are you from? Argentina. 2 hours I take a bus. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറിറച്ച് ഇനി ഇരുന്ന് കഴിക്കാൻ പോണേണ്. എനിക്ക് ഒരു നേരം ഹെവി ആയിട്ട് കഴിക്കാൻ ഇഷ്ടം, 3 നേരം കുറച്ചായിട്ട് കഴിക്കാൻ ഇഷ്ടമായല്ല. അപ്പോൾ പിന്നെ വിശക്കും. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് തീർന്ന് എവിടെയെങ്കിലും സെറ്റായിട്ട് കിടന്ന് പിന്നെ ഉറങ്ങിയിട്ട് എണീക്കുമ്പോൾ ഫുൾ പവറായിട്ട് വരാം. എൻ്റെ മൂഡ് അതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇരുന്ന് തിന്നാൻ പോണേ. ഈ കവർ മൊത്തം ഇരുന്ന് തിന്നും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ബിയറും മോൺസ്റ്ററൊക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ മുമ്പ് പറഞ്ഞത് നമ്മൾ കാറ്റാസിൽ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ നോട്ടുവിട്ടൊരു പെണ്ണുണ്ടായിരുന്നു, ഫ്രാഞ്ചസ്ക. ഓളിന്ന് സംസാരിച്ച് കോണ്ടാക്റ്റ് മേടിച്ചിട്ടുണ്ട്. അവൾ എൻ്റെ ഇവിടെ ട്രാവൽ ചെയ്യാൻ വരാമെന്നൊക്കെ പറഞ്ഞു. നൈസ് വൈബാട്ടോ അവള്. മറ്റേ കോന്ന ഫ്രിഗത്തി, മറ്റേ വലിയ കമ്മലും മറ്റേ വലിയ ചെവി വലുതാക്കണ സാധനവും മുടിയൊക്കെ കളർ ചെയ്തിട്ട് കോന്ന ഫ്രിഗത്തി. എനിക്കങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ പിള്ളേർ നൈസാണ് കമ്പനി അടിക്കാനായിട്ട്. അടിപൊളി വൈബ്. അപ്പോൾ ഗൈസ് അങ്ങനെ സ്റ്റേറ്റ് ഉണ്ട് പുത്തേ പാളി ഗൈസ്. എന്താ വിഷയം എന്ന് വെച്ചാൽ ഞാൻ ഫുള്ളെടുത്ത് തിന്ന് ഒരു നേരം കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിഷയം കൂടിയുണ്ട് ഗൈസ്. തുറ മുട്ടിയിട്ട് വയ്യ മാൻ. ഞാൻ ഇപ്പോൾ 1 കിലോമീറ്ററായിട്ട് ഓടിച്ചാടി കിടക്കണേ. എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തൂറിപ്പോവും. അതവസ്ഥ. എൻ്റെ മുന്നിൽ ഞാനിപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അടുത്ത് തന്നെ എത്തണം. കാണുമ്പോൾ തോന്നൂല, പക്ഷെ ഉള്ളിൽ ഭയങ്കര സീനാണ്. എങ്ങാനും തൂറിപ്പോയ പാൻറ് വേറെ ഇല്ല, കഴുകാൻ അവസ്ഥയില്ല. എന്താ ചെയ്യും എൻ്റെ മോനെ? പെട്ടെന്ന് പോട്ടെ, പെട്ടെന്ന് മൂട്ടി പോയി തൂറട്ടെ. ഫൈനലി എത്തി ഗൈസ്. ഇനി ചാമ്പട്ടെ. ഞാനിപ്പോൾ സാലറിനുള്ളൊരു നമ്മൾ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു ബെഞ്ച്. ഇപ്പോൾ ഈ ബെഞ്ച് കണ്ടപ്പോൾ എനിക്ക് പഴയ ഒരു മെമ്മറി ഓർമ്മ വന്നു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈം ഞാനിവിടെ നിന്ന് വരുന്നപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ച് ഇറങ്ങി പോകേണ്ടി വന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു മലയാളി ചേട്ടൻ, മലയാളിയാണ് ആൾ, വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് സംസാരിച്ച് അപ്പോൾ തൊട്ടും പിടിച്ചിരിക്കണ ആൾ സംസാരിക്കണത്. അപ്പോൾ എനിക്കെന്തോ ഒരു കംഫർട്ട് വന്നുള്ള ഇയാളുടെ തൊട്ട് പിടുത്തം. തൊടയിലൊക്കെ ഇങ്ങനെ തട്ടി പിടിച്ച് ഞാൻ വിചാരിച്ച് മലയാളികൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കണത്. പക്ഷെ ആൾ വേറൊരു മൂഡിലോട്ടൊക്കെ പോണ്, സംസാരവും വൈബൊക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, നമ്മൾ ഹെൽപ്പ് ചോദിക്കണല്ലേ. ഓക്കെ, പുള്ളി പറഞ്ഞു ആ വീടുണ്ട് ഇവിടെ അടുത്ത്, വീട്ടിലോട്ട് വരാൻ പറഞ്ഞ് നമുക്ക് പവർ ബാങ്ക് ചാർജ് ചെയ്യാം, ചായ കുടിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ ശരി. എന്നിട്ട് പോണ വഴി നടന്നതിന് വഴി ഇതോ സാധനം കണ്ടു, അതാ ഒരു ഫൗണ്ടൈൻ. ഇവിടുത്തെ ഇപ്പോൾ ആളെ നൈസായിട്ട് കയറി എൻ്റെ മൂലയെ പിടിച്ചേക്കണ് മയിര്. അതിന് ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് നിങ്ങളെന്താ മൂഡ് എന്ന് പറഞ്ഞിട്ട് ഇല്ലടാ നീ തെറ്റിയായിരിക്കല്ലേ ചേട്ടാ, നിങ്ങൾ വിട്ടോ, മാരി കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പിടിച്ചിട്ടിരിക്കും. ആ മൂഡ് ഞാൻ പറഞ്ഞ് ഞാൻ നടന്നു പോയി.
പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരുമാതിരി വേറൊരു അവസ്ഥയിലിരിക്കുമ്പോൾ ആള് വന്നിട്ട് ഇമാതിരി മൂഡ് അതിൻ്റെ ഇടയിൽ. എടാ ഇവിടെ ഉണ്ട് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇങ്ങനെ LGBT ആ സംഭവം ചെയ്യുന്നത്. പക്ഷേ അവർക്കൊക്കെ ഒരു മര്യാദ ഉണ്ട്. ഇങ്ങനെ ഒരുത്തനൊക്കെ ഒരു പിടിക്കുകയും പണ്ടാറുകയും ചെയ്യണമല്ല. എന്താ പറയുക, എൻ്റെ സെക്ഷൻ കൊണ്ട് ഓറിയൻറ്റേഷൻ പറയാം, ഞാൻ പക്ക സ്ട്രെയിറ്റാണ്. മുടിയൊക്കെ വളർത്തിയിരിക്കണമെന്ന് പറഞ്ഞാൽ യോഗ ഭാഗമായിട്ടും സ്പിരിച്വൽ ഭാഗമായിട്ട് വളർത്തണേ. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ ഞാൻ എമ്മാതിരി കോഴിയാണെന്ന്. അപ്പോൾ പിന്നെ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു. ഓരോരുത്തർക്കും ഓരോ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഓരോ ബിലീഫാണ്. ഐ റെസ്പെക്ട് ദാറ്റ്. പക്ഷേ എന്നും പറഞ്ഞ് മേത്തേറി പിടിക്കുകയും മറ്റേ മൂടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നതല്ല. പക്ഷേ ഇത് മലയാളി ആയതുകൊണ്ട് ഇമാതിരി തൊട്ടിട്ടും പിടിച്ചിട്ടൊക്കെ ഞാൻ ആദ്യം ഇതെന്താ, കാരണം മലയാളി നമ്മളങ്ങനെയാണല്ലോടാ സംസാരിക്കണത്, തൊട്ടും പിടിച്ചൊക്കെയല്ലേ സംസാരിക്കുന്നത്. പക്ഷെ ഇത് വേറൊരു മൂടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവം, പെണ്ണുങ്ങളാവട്ടെ ആണുങ്ങളാവട്ടെ ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവും. വെച്ച് പിടിച്ചിടിച്ചോളാം, ബാക്കി എൻ്റെ അടുത്ത് വെച്ച് നോക്കാം. വേറെ കേസൊന്നും വിചാരിക്കരുത്. ആ കേസിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് ഒരുത്തം നമ്മുടെ മേത്ത് തൊട്ട അത് സഹിച്ചേക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബീച്ചിൽ വന്നിരിക്കുന്നതാണ്. ഇവിടെ സംഭവമൊക്കെ വിരിച്ച് കുറച്ച് നേരം വെയിലുള്ളതെന്ന് വിചാരിച്ചു. എനിക്ക് എന്തോ ഐ ഡോണ്ട് കെയർ. ഞാൻ കറുത്ത അതല്ലടാ, നമുക്ക് ഈ വെയിൽ കൊള്ളുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇളം വെയിൽ കേട്ടോ, നട്ടുച്ച വെയിലല്ല, വൈകുന്നേരത്തെ ഇളം വെയിൽ കൊള്ളുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവർ ഭയങ്കര പേടിയായിരുന്നു. കറക്കും വെയിലുള്ള എന്തിനാണ് പ്രാന്താടാ അതാകുമ്പോൾ സായിപ്പിന് പഠിക്കാനാണെന്നൊക്കെ പറഞ്ഞ് കളിയൊക്കെ. പക്ഷേ അവനൊരു ദിവസം കൊണ്ടുപോയി വെയിൽ വിളിച്ച് ഇളം വെയിൽ കേട്ടോ. എന്നിട്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. എന്നിട്ട് പറയാണ് ഇത് റിലാക്സിങ് ആടോ, എന്തൊരു റിലാക്സിങ് ആണ്, അടിപൊളിയാണോ, നമുക്ക് ഇനിയും മുന്നോട്ടാണ്. എടാ ചെയ്ത് നോക്ക്. എന്നിട്ടറിയാം. ഞാനിതുപോലെ തന്നെ വിചാരിച്ചത്, പക്ഷേ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് അതിൻ്റെ വൈബ്. അപ്പോൾ കുറച്ചൊരു വെയിലും ഉണ്ട്. ഒരു ബുക്കൊക്കെ ഇങ്ങനെ വായിച്ചിരുന്നു. അതിന് ഇമ്പോർട്ടൻ്റായിട്ട് ഞാൻ നേരെ തുണി ഉടുത്ത് തന്നെ പോയി കുളിക്കാൻ പോകണം. എന്നിട്ട് അവിടെ വിരിച്ചിട്ട് നല്ല വെയിൽ എന്ന് വെച്ചാൽ ആവശ്യത്തിന് ചൂടുണ്ട്, പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കാരണം ഉപ്പിൻ്റെ അംശമുള്ളതുകൊണ്ട് ഒരു നരച്ചിരിക്കണം ഡ്രസ്സ്. അപ്പോൾ പരിപാടി സെറ്റ് ചെയ്തിട്ട് കടലിൽ ചാടി സെറ്റ് വൈബ് അടിക്കട്ടെ മച്ചാനെ. ഓക്കെ സാധനം എൻ്റെ ചുറ്റും കൂടി ഗൈസ്. ഏറ്റവും ഇവിടെ നോക്കി ഭയങ്കരമായി നമുക്ക് ചാറ്റ് ചെയ്യുന്ന കിട്ടിയ ബ്രെഡ് എന്തായാലും ഞാൻ കഴിക്കത്തില്ല. സോ ഇങ്ങനെ സീഗൾസിനുള്ള ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നതിന് ഗൈസ്. ഒരു തല്ലൊക്കെ പിടിക്കുന്നുണ്ട്. ഏത് മൂടല. സച്ച് എ വണ്ടർഫുൾ ഈവനിങ്. കുറേ നേരം വെയിലൊക്കെ കൊണ്ടിരുന്ന് യോഗയൊക്കെ ചെയ്ത് നൈസ് വൈബിൽ ഗൈസ്. Look at the sea, look at the sky, look at the birds. The world is so beautiful. കൊച്ചി എല്ലാ സീകളിലും ഓടിച്ച് കളഞ്ഞല്ലോ. ഇവിടുന്ന് കൊച്ചിൻ്റെ വഴി അങ്ങോട്ട് ഓടിക്കളഞ്ഞ്. അയ്യോ എന്ത് രസം, ഇത്രയും പക്ഷികൾ ഒരുമിച്ച് എൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ പറന്നുകൊണ്ടാണ് ഗൈസ്. സോ ബ്യൂട്ടിഫുൾ മാൻ. സ്ഥിരമായിട്ട് ക്യാമ്പ് ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ എത്തി മച്ചാനെ. സലേർണോ രാജ്യത്തിൽ കാടുകളിൽ ഇങ്ങനെ കിടക്കാം. രാജ്യമല്ല സ്ഥലം. അയ്യോ നമ്മളെ സ്പോട്ടൊക്കെ ഓർമ്മയില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെയൊക്കെ തന്നെയാണ് ഒളിച്ച് പാത്ത് നിന്നത്. പോലീസിൽ നിന്ന് ഒളിച്ച് നിന്ന് പേപ്പറില്ലാതെ. ഇപ്പം പേപ്പറുള്ള കാരണം ഒന്നും പേടിക്കാനില്ല. സ്ഥിരമായിട്ട് ഹൈവേയുടെ അടുത്ത് തന്നെ അങ്ങോട്ട് ഇത് അടിച്ചേക്കണേ. പിന്നെ നാളെ പോവും. നമ്മുടെ ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം വരവിൽ ഒരു 3-4 പേര് പരിചയപ്പെട്ടിരുന്നു. പിള്ളേരാണ്, കിട്ടില്ല പിള്ളേരാണ്. ഒരു ബാൻഡിലൊക്കെ വർക്ക് ചെയ്യണ പിള്ളേർ. പിന്നെ ഒരു കുഞ്ഞ് ഗിറ്റാർ സെറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാലേ, കുഞ്ഞ് സാരം. നമുക്ക് പാട്ട് പാടി താൽക്കാലിക യാത്രാ വരുമാനം ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ കുറച്ച്. പിന്നെ വേറൊരു ഫ്രീക്കനെ പരിചയപ്പെട്ടില്ല നമ്മൾ, ഒരു മുടിയൊക്കെ ചട പിടിപ്പിച്ചിട്ട് ട്രാവലർ 10 വർഷമായിട്ട് ട്രാവൽ ചെയ്യണം. അവനും കുറച്ച് ഐഡിയാസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ നമുക്ക് യാത്ര ചെയ്യണതിൻ്റെ ഇടയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ചെറിയ എമൗണ്ട് വലിയ എമൗണ്ടും പറ്റുമായിരിക്കും, നോക്കാം. സോ അതിൻ്റെ നാളെ സെറ്റ് ചെയ്യണം. തിങ്കളാഴ്ച, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കടയൊക്കെ അടച്ചിട്ടേക്കണേണല്ലോ. അപ്പോൾ തിങ്കളാഴ്ച സെറ്റ് ചെയ്തിട്ട് രാവിലെ പോയി ഇതൊക്കെ സെറ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ പിള്ളേരൊക്കെ മീറ്റ് ചെയ്ത് അവരുടെ കൂടെ ഒരു ലൈവൊക്കെ പോകാൻ പറ്റിയ. നാളെ വരുവാവോ പിള്ളേർ, ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നില്ല. നാളെ വന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോവും. അല്ലെങ്കിൽ ആരെയും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പോൾ
അങ്ങനെ ചെയ്തിട്ട് വൈകുന്നേരം നാടുവിടാന്ന് വിചാരിക്കണ്. അപ്പോൾ അതൊക്കെ തന്നെ മൂഡ്. ഇന്നിപ്പോൾ റെസ്റ്റ് എടുത്ത് സംഭവം ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. എന്താ റിലാക്സിങ്, വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ റിലാക്സ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മുടെ കൂട്ടുകാരൻ അത്ഭുതകരമായിട്ട് കുറച്ച് പൈസ കിട്ടുന്നു. എന്താ പറയുക, പെട്ടെന്ന് പുള്ളി എന്നെ വിളിച്ചാണ്. അപ്പോൾ ഒരു വഴിക്ക് പോകണല്ലേ ഇരുന്നോട്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു 50 euro ഇട്ടുവന്ന്. അപ്പോൾ ഇതാണ് കട ഗൈസ്, ഇൻസ്ട്രുമെൻറ്റി ആൻഡ് മ്യൂസിക്ക. ഇതുള്ളത് സലേർണോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇറ്റ്സ് ഇൻ സലേർണോ ആൻഡ് നൈസ്. ഞാൻ നോക്കി വെച്ച് ഈ സംഭവമാണ്, ഈ കുഞ്ഞ് സാധനം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓണറിനെ പരിചയപ്പെടുത്തി തരാം. ഇഫ് എനിബഡി ഈസ് ഗോണ കം ടു Salerno, don't forget to visit this shop, okay? And we're gonna be 60 euros ആണ്. അപ്പോൾ ആള് 50 euros തരാമെന്ന് പറഞ്ഞു. ഒരു 10 രൂപ കുറവാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കറക്റ്റ് നമ്മുടെ കയ്യിലുള്ള പൈസയുടെ ഇതിൽ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് വൈകുന്നേരം പരിപാടി, നമുക്ക് സ്ട്രീറ്റിൽ പരിപാടി ഇരുന്നിട്ട് പരിപാടി ഉണ്ടാക്കി കുറച്ച് ചില്ലറ വരക്കണ്ടായിട്ട് ഗൈസ്. അപ്പോൾ സോ stay tuned and get ready. Guys, ഇതാണ് Casa Musicali, Quinto Fabio. Do you want to meet Quinto Fabio? Tu chiamo? Ciao, Valerio. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ആൻഡ് ഓഫർ തരുന്നത് പൈസ കുറച്ചാണ് തരുന്നത്. ആളുടെ ഷോപ്പ്, ഇഫ് എനിബഡി ഈസ് കമ്മിങ് ടു Salerno, maybe visit here. And yeah, free. Yeah, thank you Valerio. എഡിറ്റിങ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ചാൽ ഒരു ബുക്കൊക്കെ വായിച്ചിട്ട്. ബുക്ക് ഏതാണെന്ന് ഞാനിപ്പോൾ മിക്കവാറും ബുക്കിൻ്റെ ഒരു വർക്കേബുലറി 50 ചാപ്റ്ററുള്ള ഒരു പുസ്തകമാണ്. അത് മുഴുവനും ഷോർട്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു പരിപാടി ചെയ്താലും നിലയ്ക്കാണ്. വാട്ട് ഈസ് യുവർ അഭിപ്രായം? കമൻറ്റ് ഇൻ ദ ബോക്സ്. സോ എഡിറ്റിങ് ചെയ്യാനാണ് ഒരു ലോഡുണ്ട്. എന്നിട്ട് ഇന്ന് രാത്രി ട്രെയിൻ കയറും, മിക്കവാറും പോംപി ഓർ മേ ബി ലൈഫിൽ ആദ്യമായിട്ട് പാട്ട് പാടി തണ്ടാൻ പോണേന്ന് ഗൈസ്, ഇറ്റാലിയൻ സ്ട്രീറ്റുകളിൽ. എൻ്റെ ബോർഡറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ട്രാവലറാണ്, ഇറ്റാലിയൻ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. വിയാഗി ടോറി എന്ന് പറയും ട്രാവലറിനാ. അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ചില്ലറ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് എന്താ പറയുക, കുറച്ച് ഫുഡിനുള്ള പൈസയെങ്കിലും കിട്ടുമേ ചില്ലറ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ 1 euro 2 euro ഒക്കെ ടിക്കറ്റിൻ്റെ പൈസ ഉണ്ട്. കള്ളവണ്ടിയാണെങ്കിലും നമുക്ക് ഫസ്റ്റ് ഗേറ്റ് കിടക്കണമെങ്കിൽ തൊട്ടടുത്ത സ്റ്റേഷനിലെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഒക്കെ വലിയ പാടാണ്. ഗേറ്റിൽ തുളച്ച് താഴെ കൂടിയൊക്കെ എപ്പോഴും കയറാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചെറിയൊരു ചില്ലറക്ക് വേണ്ടി നമുക്ക് ആദ്യമായിട്ട് വയറ്റത്തടിച്ച് പാടണമെന്നല്ല കേട്ടോ. ബാക്കിൽ കുഞ്ഞ് ഗിറ്റാറുണ്ട്, യുക്കിലേലി എന്ന് പറയും. അത് നമ്മുടെ ഒരു സുഹൃത്ത് അത്ഭുതകരമായിട്ട് എനിക്ക് ഗിഫ്റ്റ് പോലെ തന്നാണ്. അപ്പോൾ അത് സെറ്റാക്കിയിട്ട് ഗിറ്റാർ അടിച്ച് യുക്കിലേലി പാട്ട് പാടിയിട്ട് ബീച്ചിലിരുന്ന് പാടാൻ പോണെയാണ് ഗൈസ്. എത്രത്തോളം സക്സസ് ആവുന്നത് നമുക്ക് കണ്ടറിയാം. ഞാൻ എന്തായാലും ഇപ്പം നോക്കട്ടെ എന്താ അവസ്ഥയെന്ന്. ഓക്കെ, ഐ വിൽ കീപ് യു അപ്ഡേറ്റഡ്. മച്ചാനെ നമ്മൾ റെഡിയാണ് കേട്ടോ. അതേ ബോർഡൊക്കെ ചോദിച്ചത് ട്രാവലർ ഭക്ഷണം അല്ലെങ്കിൽ 1 euro 50 cent എന്തെങ്കിലും തരാം. നമ്മുടെ ഗിറ്റാറ് നമ്മളിത് അവിടെ എവിടെയെങ്കിലും പോയി നിന്നിട്ട് പാട്ട് പാടി തുടങ്ങാൻ പോയിട്ട് അങ്ങനെ നമ്മൾ തെണ്ടാൻ തുടങ്ങുവാണ് ഗൈസ്. എന്താ മൂടല്ലേ. അപ്പം യാത്ര ചെയ്യുന്നവർ മിക്കവരും ഇങ്ങനെയൊക്കെ തന്നെ പൈസ ഉണ്ടാക്കണം. എവിടെയെങ്കിലും വെച്ചിട്ട് പാട്ടൊക്കെ പാടും, അതിലെ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും സ്കിൽസ് ഉപയോഗിച്ച് പടം വരയ്ക്കും. അതൊക്കെ ഒരു വഴിയാണ്. യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല കുറച്ച് എന്തെങ്കിലും നിങ്ങളുടെ ഭക്ഷണത്തിനും ബസ് ടിക്കറ്റിനൊക്കെ ഉള്ള ചിലവുണ്ടാക്കാനുള്ള ഒരു വഴിയാണത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണത്, ഇതിനു മുന്നേ ഇങ്ങനത്തെ പരിപാടി ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട്. പക്ഷേ ലെറ്റ്സ് ട്രൈ, ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഓൾ ദി ബെസ്റ്റ് പറയും വെച്ചാലേ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് കേട്ടോ. തൊപ്പിയിൽ പൈസ ഇടാം, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ നിൽക്കുന്നതാണ് ഗൈസ്. സോ ലെറ്റ്സ് ട്രൈ ഹൗ ഇറ്റ് വർക്ക്സ്. യാ, take my whole life to falling in love with you. അങ്ങനെ അത് തുടങ്ങി ഗൈസ്. കുറേ നേരം ഞാനിവിടെ ഇരുന്ന് വെറുതെ പാടിയെന്നല്ലാണ്ട് 1 രൂപ പോലും ആരും തന്നില്ല ഗൈസ്. പാട്ട് മോശമായതുകൊണ്ടായിരിക്കില്ല, പാട്ട് നൈസ് വൈബായിരുന്നു. ട്രസ്റ്റ് ഫീസ് സത്യം ഇടും. പക്ഷേ ടൂറിസ്റ്റുകളുള്ള ദിവസമായിരുന്നില്ല, സമയമായിരുന്നില്ല. അതാണ് പറ്റിപ്പോയത്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് പിന്നെ എന്തായാലും പാടില്ലേ, ലൈവ് പോവാ കിട്ടാതെ വിചാരിച്ച് ലൈവ് അങ്ങനെ അടിച്ച് മൊബൈലിൽ. എന്നിട്ട് ഇനി ലൈവ് ഇൻട്രാക്ഷനാണ് നിങ്ങളൊക്കെ പോകുന്നത് ഗൈസ്. അങ്ങനെ
ലുക്കിലി ഗൈസ് ഞാൻ കുറച്ച് പണം ഉണ്ടാക്കാനുള്ള എന്തായാലും വാപ്പണ്ട നോക്കട്ടെ. Shall I stay? Would it be a sin? I can't help falling in love with you. എൻ്റെ മലയാളി കുട്ടികൾക്ക് വേണ്ടി ഒരു പാട്ട്. മലയാളത്തിൽ പാടിയാലും ഇംഗ്ലീഷിൽ പാടിയാലും എന്തെങ്കിലും ടോണൊക്കെ വെച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചില്ലറ ഇട്ട് തരും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു മലയാളം പടക്കാം. എൻ്റെ ഒരു കുട്ടിക്ക് വേണ്ടി, എൻ്റെ ഒരു പ്രിയപ്പെട്ട അനിയത്തി കുട്ടിക്ക് വേണ്ടി ജൂപ്പിറ്റർ മഴകൾ എന്ന് പറയുന്ന ഒരു പാട്ട് ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ജൂപ്പിറ്റർ മഴ നനയാം, ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വേലൊരു മാളിക കെട്ടാം നിനക്കായി ഞാൻ. തിരികെ വരുമോ നീ ഇന്നരികിലലയുവാൻ, ഇനി ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. ഗൈസ് ഇറ്റലിയിലിരുന്ന് തെണ്ടനാണ് പാട്ട് പാടിയിട്ട്. ഏത് മൂടല്ലേ വെച്ചാരെ കുറച്ച് ചില്ലറ ടിക്കറ്റ് എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി. ഓർക്കുന്നു വഴിയരികിൽ മഴ തോരും നേരത്തായി, മിഴി നിറഞ്ഞരികെ നിന്നു മുറിവേറ്റ ശലഭം നീ. ഞാനരികെ തുടയേകാം, ഞാനരികെ ഇന്നു ഞാനല്ലേ ലോകം കാണാം. ഇല്ലടാ, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു സാധനം കഴിച്ചിട്ടില്ല. എനിക്ക് പിന്നെ ഓൾറെഡി സെറ്റാണല്ലോ. നമ്മൾ ഇതിന് വേണ്ടി ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരിക്കാനായിരുന്നു. അങ്ങനെ ഭക്ഷണമൊന്നും എപ്പോഴെപ്പോഴും വേണ്ട. ഒരു 2 ദിവസം കൂടുമ്പോൾ മര്യാദക്ക് എന്തെങ്കിലും മെയിനായിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ വലിയ സീനൊന്നുമില്ല. കരയാൻ വയ്യ, നിന്നെ പിരിയാൻ വയ്യ, വിരിയില്ല വരനായി അകലുന്നു ഞാൻ. ഓ ജൂപ്പിറ്റർ മഴ നനയാം, ചന്ദ്രനെ നോക്കിയിരിക്കും. സലേർണോ, ഇറ്റലി സലേർണോ. ചൊവ്വേലൊരു മാളിക കെട്ടാം നിനക്കായി ഞാൻ. തിരികെ വരുമോ നീ എന്നരികിലലയുവാൻ, ഇനി ഉണരുമോ സ്വർഗങ്ങൾ താണ്ടി നീ. അച്ഛനെ ആരും മലയാളം പാട്ട് പാടുന്നുണ്ട്. ഞാൻ കുറേ നേരം ഇവിടെ പാട്ട് പാടിയിരിക്കണം. ആരും പൈസ ഒന്നും തരുന്നില്ല ഗൈസ്. കാരണം ഇന്ന് ടൂറിസ്റ്റ് കുറവാണ്. ടൂറിസ്റ്റ് എന്തായാലും ഇട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ എഴുതി വെച്ചേക്കണ എന്താണെന്ന് വെച്ചാൽ ട്രാവലറാണ്, ഭക്ഷണം അല്ലെങ്കിൽ 50 സെൻറ്റോ 1 യൂറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. 1 യൂറോ 50 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചില്ലറ പൈസയാണ്. നമുക്കത് 100 രൂപയാണ്, പക്ഷേ ഇവർക്കത് ഭയങ്കര ചില്ലറാണ്. സോ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നടക്കുമോ എന്നുള്ള മൂഡിലാണ് ബോർഡൊക്കെ എഴുതി വെച്ചേക്കണം. പക്ഷെ ഒന്നും നടപടി ആവണില്ല. എന്തെങ്കിലും ചില്ലറ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാമായിരുന്നു ഗൈസ്. ഇനിയിപ്പോൾ ഏതാ കൂടെ ആരും ഇല്ല ഇവിടെ. ഇതുണ്ടോ, ഇവിടെ ഇല്ല ആളില്ല, ഇവിടെ ഇല്ല ആൾ. നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ പരിപാടി ഒന്ന് നിർത്തിയിട്ട് നമുക്ക് സലർണ കാണിച്ചു തരാം. 1 മിനിറ്റ്. ഒസാക്ക എടാ എടാ ഞാൻ ഗൈസ്, ഞാൻ 2 ജപ്പാൻ കുട്ടികളെ പരിചയപ്പെട്ടു. ട്രെയിൻ സ്റ്റേഷനിൽ നിൽക്കണമായിരുന്നു. അപ്പോൾ ഈ മഞ്ഞയുടെ കുട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു നീ ഭയങ്കര സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ നോക്കണൊക്കെ ഉണ്ട്. മീറ്റ് ദം. And this is Hi, we're from Japan, Nagoya. And ഞങ്ങളിപ്പോൾ ഇവർ ഫ്ലോറൻസിലോട്ട് വന്നാണ്. ഞാൻ നേരെ ഓപ്പോസിറ്റ് സിസിലിയ. അപ്പോൾ സം ടൈം മേ ബി വി വുഡ് സീ ദം ഇൻ ടോക്കിയോ. ടൊയോട്ട നഗോയ. യാ, ലവ്ലി. 1/2 മണിക്കൂർ ലേറ്റാണ് ഗൈസ്. കത്താനിയൊക്കെ ഉള്ള ട്രെയിന് സിറാക്യൂസ് എന്ന് എത്തിച്ചേക്കണം. പക്ഷേ കത്താനിയയിൽ ഇറങ്ങിയിട്ട് പിന്നെ സിറാക്യൂസ് എടുക്കണം. ഇതാണ് 30 മിനിറ്റിൻ്റെ അവിടെ ഒരു സ്ലാഷ് കൊടുത്തേക്കണുണ്ടോ. 1/2 മണിക്കൂർ ലേറ്റ്. അപ്പോൾ നമ്മൾ ഈ ചേച്ചി ഇവിടെ ഉണ്ട്. ആളും അങ്ങോട്ട് തന്നെ പോണേണ്. അപ്പോൾ ആളുടെ കൂടെ അങ്ങോട്ട് പോവാം. അപ്പോൾ അങ്ങനെ പരിപാടി കാര്യങ്ങൾ ഗൈസ്. സോ കത്താനിയ ഇതാവും എന്തോ കയറി പോകണം ഗൈസ്. സോ
ട്രെയിനൊക്കെ വന്നുണ്ട്. നമുക്ക് രാത്രി ആയതുകൊണ്ട് രാത്രിയിൽ അന്വേഷണം ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഗൈസ് ഞാനപ്പോൾ ഇവിടെ ആദ്യത്തെ ട്രെയിൻ ട്രൈ ചെയ്തത് അവർ കയറ്റില്ല, പോലീസുകാർ ഒന്ന് പൊക്കിയിടാനാ. ഇനിയിപ്പോൾ രണ്ടാമത്തത് അതെ 4:23 4:16 ഞാനപ്പോൾ ലാസ്റ്റ് അത് എടുക്കാറാകുമ്പോൾ ചാടിക്കയറാനുള്ള പ്ലാനാണ്. അത് കയറി പറ്റിയിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്താ പരിപാടി നോക്കാമല്ലോ. ഒരു കുന്തുമില്ല ഗൈസ്, അകത്തോട്ട് നൈസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താവുമെന്ന് നോക്കണം. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പരിപാടി നോക്കാമായിരുന്നു ഗൈസ്. I'll keep you updated. ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക, മിണ്ടാണ്ട് പൂച്ചനെ പോലെ ഇങ്ങനെ പതുങ്ങിയിരിക്കുക. ഉറങ്ങണ ആളെ ശല്യപ്പെടുത്താൻ വരുമല്ലോ എന്നുള്ള പ്രതീക്ഷ.